നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. വീട് കയറി ആക്രമണം നടന്നിരിക്കുന്നു. ഒരു വീട് പൂർണ്ണമായിട്ടും സമീപത്തെ ഒരു സാമൂഹ്യ വിരുദ്ധൻ അടിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. എഴുകോണിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിയായ വേദനയുണ്ട്. കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാം വീട് പൂർണ്ണമായി അടിച്ചു തകർത്ത ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീടിനുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ കുപ്പിച്ചില്ലുകൾ കിടക്കുകയാണ്. എന്തായിരുന്നു നമ്മെ സംഭവം? എങ്ങനെയായിരുന്നു നമ്മെ ഇത് അറിയുന്നത്? ഇത് 1:30 മണിയപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. ഒരാൾ ഇങ്ങോട്ട് മറന്നുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ കൂടെ കണ്ട്. അന്നേരം ഞാൻ ഇതുപോലെ ചേട്ടനോട് പറഞ്ഞ്, ചേട്ടൻ നോക്കിയപ്പം ഇയാളാ. അന്നേരം അന്ന ചേട്ടൻ നിങ്ങൾ കൂടെ വന്നിറങ്ങിയെന്ന് വെച്ചാൽ ഞാനോടൊന്ന് ഇറങ്ങി വന്ന്. അന്നേരം ചോദിച്ച് എന്തോ അല്ലാലേന്ന്, എന്തോടെ കാര്യം. പിന്നെ അങ്ങ് ചീത്തവിളിയായിരുന്നു. എന്നിട്ട് അകത്തോട്ട് തെള്ളി കയറാൻ തുടങ്ങുമ്പോൾ ചേട്ടൻ എന്നെ കൂടെ അങ്ങോട്ട് പിടിച്ചോട്ടെ കഥ അങ്ങടച്ചു. ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല, അത്ര കുഴപ്പമൊന്നും. ഇങ്ങോട്ട് നിന്നോമേ. അപ്പോഴേ ഈ പ്രദേശത്തെ ഹരിലാൽ അല്ലേ? 34 വയസ്സല്ലേ? എന്താണ് അമ്മ ഇറങ്ങി വന്ന സമയത്ത്? പിന്നെ ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചില്ല, ചേട്ടൻ ചോദിച്ചു എന്തുകൂടെ ഹരിലാലെന്ന്. അന്നേരം പറഞ്ഞതെല്ലാം നല്ല ചീത്തയാണ് വിളിച്ചത്, പറയാൻ കൊള്ളാത്ത വാക്കുകളാ വിളിച്ചത്. എന്നിട്ട് അവൻ വന്ന് കയ്യിലെന്തുവല്ലോ ഉണ്ടായിരുന്നു. ഒരു കൊടുവാള്, ഒരു സ്റ്റീലിന്റെ എന്തോ സാധനം, ഒരു കമ്പി, 3 പേരുണ്ടായിരുന്നു. മൊത്തത്തിൽ തെള്ളി കയറാൻ, വീടിനകത്തോട് തെള്ളി കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കഥ അടച്ചിട്ട് പോലീസുകാർ ഓടിച്ചു. അതിന് 4 വർഷമുള്ള ക്ലാസ്സുകൾ മൊത്തം അടിച്ചു പൊട്ടിച്ച്, മീറ്റർ ബോർഡ് പൊട്ടിച്ച്, ഇത് കണ്ടോ എല്ലാം അടിച്ചു പൊട്ടിച്ച് അകത്തെല്ലാം കുപ്പിച്ചിരി കിടക്കുവാണല്ലേ? കിടക്കുകയാണ്. അന്നേരം മേഡം ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ? ചേട്ടൻ ഉണ്ടായിരുന്നു ചോദിച്ചത്. ഓ അത് ശരിയാണ്, ചേട്ടൻ ഉണ്ടായിരുന്നു, ചോറ് കഴിച്ചോണ്ടിരുന്ന. ഓഹോ, ഭീകരാന്തരീക്ഷമായിരുന്നു ഇല്ലയോ? ഏകദേശം ഒരു 10 മിനിറ്റോളം അവന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെന്നിട്ട് ഇപ്പം പോലീസ് പിടിച്ചോ? ആ പ്രതിയെ പോലീസ് പിടിച്ചോ? 2 പേരെ പിടിച്ചിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്തത് ഈ തൊട്ടടുത്ത വീട്ടിലെ ആളല്ലേ, ഹരിലാലല്ലേ? മുൻവിരോധം വല്ല എന്തോ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരാരുമായിട്ടും ഒരു സഹകരണമില്ല. ഇവര് അങ്ങോട്ട് ആരോടെ മിണ്ടത്തൊന്നുമില്ല. നമ്മളെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. അത് ശരിയാ. ഇതൊരു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു ആക്രമണം നടക്കുന്നല്ലേ? ഞങ്ങളുടെ ആരും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും വഴക്കിന് പോവാറുമില്ല. ഇപ്പം അകത്തെല്ലാം ഇപ്പൊ എന്താ സ്ഥിതി? മൊത്തത്തിൽ അടിച്ചു പൊട്ടിച്ചിട്ടേക്കും അല്ലേ? അതുപോലെ തന്നെ ഇതൊക്കെ ഈ സ്വിച്ച് ബോർഡ് എല്ലാം അടിച്ച് തകർത്ത് ഈ കത്താള് വെച്ച് വെട്ടിയതാണ് അല്ലേ? അകത്ത് നിൽക്കുമായിരുന്നു. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപം ഇരുന്നോമേ, കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്താണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ 3ഓളം പേർ ഇവിടെ വന്ന് സംഘം ചേർന്ന് വടിവാളും മറ്റ് ആയുധങ്ങളുമായി എത്തി ഇവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ ശേഷം വീട് ചുറ്റുമുള്ള ഗ്ലാസുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു, ജനാലച്ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. തലനാരിഴയ്ക്കാണ് ഈ ഒരു അമ്മയുടെ ഭർത്താവിന് രക്ഷപ്പെട്ടത്. കാരണം അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രകോപനവും ഇല്ലാതെ ഈ അക്രമി വലിയ രീതിയിൽ ഇവിടെ അക്രമം കാട്ടുകയായിരുന്നു. എന്തായാലും നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം വലിയ രീതിയിൽ ഇവിടെ അക്രമി അഴിഞ്ഞാടി എന്നുള്ളത്. ഗ്ലാസുകളൊക്കെ അടിച്ച് തകർത്തിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അകത്ത് പോലും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. എന്തായാലും വളരെ വലിയ ഒരു സങ്കടകരമായ ഒരു വാർത്ത തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട എഴുകോൺ പോലീസ് ഈ 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നു. എന്തായാലും ഇവരുടെയൊക്കെ ജീവൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണ്. അല്ല ഒരുപക്ഷെ ഈ ഗ്ലാസുകളൊക്കെ അടിച്ച് തകർത്ത സമയത്ത് ഇവരുടെ കണ്ണിലേക്കൊക്കെ കയറാമായിരുന്നു. മാത്രമല്ല ഇവരുടെയൊക്കെ കയ്യിൽ വലിയ ആയുധങ്ങൾ, കത്താളും അതുപോലെ തന്നെ മറ്റ് ടൂൾസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാം പേടിച്ച് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് ഈ പോലീസിനെ വിളിച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ പ്രതികൾ ഈ പോലീസിനെ വിളിച്ച സമയത്ത് അങ്ങോട്ട് ഇവർ കയറി വന്ന ഇതിലെ കൂടെ ഇതിലെ കൂടെ ആയിരിക്കും കയറി വന്നത്. എന്തായാലും ബാക്കി കൂടെ കയറി വന്നേ. എന്തായാലും അകത്തെല്ലാം പൊട്ടിക്കിടക്കുകയാണ് അല്ലേ? എന്തായാലും വീടിനുള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് അകത്ത് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അകത്തെല്ലാം കണ്ടില്ലേ, അക്രമികൾ അഴിഞ്ഞാടിയെന്ന് തന്നെ പറയേണ്ടതായി വരും. സമീപത്തെ ഹരിലാൽ എന്ന സാമൂഹ്യ വിരുദ്ധനാണ് ഈ വീടിന്റെ ജനാലച്ചില്ലുകൾ അടിച്ചു തകർത്ത് ഒരു വീട് പൂർണ്ണമായിട്ടും തകർത്തത്. എന്തായാലും ഇവർക്ക് ഈ വീട്ടിലുള്ള ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഈ മുൻവിരോധമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അക്രമികൾ ഇവിടെ വന്ന് അഴിഞ്ഞാടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. കാരണം ഈ വീടിനുള്ളിലെ മൊത്തത്തിൽ ചില്ലുകളെല്ലാം കിടക്കുന്നു. അതുപോലെ തന്നെ കിടപ്പുമുറിയിലും അതുപോലെ അടുക്കളയിലും ഉൾപ്പെടെ ഇപ്പോൾ ഈ ജനൽ ചില്ലുകൾ ഇപ്പോൾ ചിന്നിച്ചിതറി കിടക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതികളായിട്ടുള്ള 2 പേരെ എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ വളരെ വലിയ ഒരു സംഭവം ഉണ്ടായത്. വീട് കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്
നടത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. നിയമത്തിൻ്റെയൊക്കെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ശിക്ഷ നൽകാൻ പറ്റും അതെല്ലാം നൽകണം. കാരണം ഒരു പാവം അമ്മയും അമ്മയുടെ ഭർത്താവുമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ആ അമ്മ ഇവിടെ ഒരു സ്കൂളിലെ പ്യൂണൊക്കെ ആയിരുന്നു, റിട്ടയർഡ് ആയതാണ്. അമ്മയുടെ ഭർത്താവ് കൃഷിപ്പണിയാണ്. അവർ രണ്ടുപേരും ഈ വീട്ടിനുള്ളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അക്രമികൾ കയറി പൂണ്ട് വിളയാടിയത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇങ്ങനെയുള്ള നമുക്ക് എഴുകോണിൽ കോയിക്കൽ ക്ഷേത്ര സമയത്ത് ഉള്ള ഏകദേശം ഹരിലാൽ എന്ന സാമൂഹ്യ വിരുദ്ധന്റെ ആ ഒരു ക്രൂരമായ പ്രവർത്തികൾ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ആ ഒരു വീട്ടമ്മയും ഇവിടെയുള്ള ആളുകളും എല്ലാം ഗ്ലാസുകളൊക്കെ തന്നെ പൊട്ടി ചിന്നിച്ചിതറി കിടക്കുന്ന സാഹചര്യത, കിടപ്പുമുറിയിലൂടെ അടക്കം എല്ലാം പൊട്ടി ചിതറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വളരെ വലിയ വേദനാജനകമായ ഒരു വാർത്ത തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി ചിതറി ഗ്ലാസുകൾ, ഇതിനുള്ളിൽ ഈ വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാനുള്ളതായി വരും. ഇവിടെയെല്ലാം ഈ അവരുടെ മരുന്നും ഈ ഇവിടുത്തെ ഉള്ള അമ്മ കഴിക്കുന്ന മരുന്നും മറ്റുമൊക്കെയാണ്. എന്തായാലും കുപ്പിച്ചില്ലുകൾ, ഈ ഗ്ലാസ് ചില്ലുകൾ ചിന്നിച്ചിതറി കിടക്കുന്നു. ബന്ധപ്പെട്ട പോലീസ് കൃത്യമായി ഇടപെട്ടിരിക്കുന്നു. എഴുകോൺ പോലീസ് 2 പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. എന്തായാലും ഈ 3 പേരാണ് ഇവിടെ എത്തി അക്രമം നടത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. ഓരോ ദിവസങ്ങളിലും ഒരുപാട് അക്രമ പരമ്പരകൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു പൊതു പണിമുടക്ക് ദിവസത്തിൽ ഉണ്ടായ ഒരു വലിയ സംഭവം ഏകദേശം 1:30 കൂടിയാണ് ഈ അക്രമികൾ ഈ വീടിന് ചുറ്റും വന്ന ശേഷം കത്താളും മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനൽ ചില്ലുകൾ പൊട്ടിച്ചത്. അതുകൂടാതെ തന്നെ എല്ലാം തകർക്കുകയായിരുന്നു. തകർത്തെറിഞ്ഞ് അവസാനം പ്രാണരക്ഷാർത്ഥം അവർ 2 പേരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുണ്ടായിരുന്ന അമ്മയും ആ അമ്മയുടെ ഭർത്താവും ഒരുപക്ഷെ അവർക്ക് ഉൾപ്പെടെ ജീവഹാനി സംഭവിച്ചതിനെ അവരെ അപായപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അക്രമികൾ ഈ ഒരു വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നത്. എന്തായാലും ഈ ഒരു ടേബിളിലിരുന്ന് ഇവിടെ ഇരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ അക്രമി സംഘം ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. വീട്ടിലേക്ക് കടന്നു വന്ന ശേഷം ഗ്ലാസുകളെല്ലാം അടിച്ചു തകർത്തു. ചുറ്റുമുള്ള ഗ്ലാസുകൾ പൂർണ്ണമായും അടിച്ചു തകർത്ത ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബന്ധപ്പെട്ട എഴുകോൺ പോലീസ് 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നു. പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. പ്രതിയായിട്ടുള്ള ഹരിലാലാണ് പ്രധാന ഇതിനകത്ത് നേതൃത്വം നൽകിയത്. വളരെ വലിയ വിഷമകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂർ. കാരണം ഈ വീട്ടിലുണ്ടായിരുന്ന 2 പേർക്ക് ഇപ്പോൾ 2 പേര് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അവർ നിലവിളിച്ചുകൊണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നു. ഈ ഗ്ലാസുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ കത്താൾ ഉപയോഗിച്ചും വാൾ ഉപയോഗിച്ചും ഈ വീടിന് ചുറ്റുമുള്ള ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കുന്ന സമയത്ത് അവർ പോലീസിനെ വിളിച്ചതുകൊണ്ട് പോലീസ് എത്തിയപ്പോഴേക്കും ഈ പ്രതികൾ ഈ ബാക്കിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കിടപ്പുമുറിയാണ്. കിടപ്പുമുറിയിൽ ഉൾപ്പെടെ ഈ കുപ്പിച്ചില്ലുകൾ കിടക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വലിയ ഒരു സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഗ്ലാസുകളെല്ലാം പൂർണ്ണമായും സമീപത്തെ അക്രമി അടിച്ച് തകർത്ത് പൂണ്ട് വിളയാടിയിരിക്കുന്നു. ഏകദേശം 10 മിനിറ്റോളം ഈ അക്രമി ഇവിടെ കിടന്ന് വിളയാടി എന്നുള്ളതാണ് സക്കറിയ. ഇത് എവിടെയാണ് സംഭവം? ഇത് എഴുകോണാണ്. കൊല്ലം ജില്ലയിലെ ഈ എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തായിട്ടുണ്ടായ സംഭവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഈ അക്രമി ഒരുപക്ഷെ എനിക്കൊന്ന് വെള്ളം മാത്രമല്ല, മദ്യപാനം മാത്രമായിരിക്കില്ല, മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ഇത്രയുള്ള ഈ ക്രൂര കൃത്യം നടത്തിയത്. 2 പേർ, പ്രായമായ 2 പേരാണ്. ആ ഒരു 2 പേരുള്ള ആ ഒരു വീട്ടിലേക്കാണ് ഈ അക്രമി സംഘം, 3ഓളം അക്രമി സംഘം കടന്നു കയറി അക്രമം നടത്തിയത്. ഈ വീടിന് ചുറ്റുമുള്ള ഗ്ലാസുകളെല്ലാം അടിച്ച് തകർത്ത് എല്ലാം നിലംപരിശാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ അടുക്കളയിൽ ഉൾപ്പെടെ കയറാൻ പറ്റാത്ത സാഹചര്യം. അടുക്കളയിലും എല്ലാം തകർന്നിരിക്കുന്നു. പുറത്തുനിന്ന് ഈ ഗ്ലാസിൽ ഈ കത്താള് വെച്ച് വെട്ടിയാണ് ഈ അക്രമി ഇവിടെ കിടന്ന് വിളയാടിയത്. ചെയ്യുന്നവർ ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് സംഭവിച്ചാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ എഴുകോണിൽ ഒരു വീട് കയറി 3 അംഗ സംഘം അക്രമം നടത്തിയിരിക്കുന്നു. ഈ വീട്ടിലെ ജനൽ ചില്ലുകളെല്ലാം തകർത്തിരിക്കുന്നു. അത് കൂടാതെ തന്നെ അവരെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അവർ നിലവിളിച്ച് പോലീസിനെ വിവരം അറിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി പ്രതികൾ ഓടി അവരിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഇവരുടെ ഈ അമ്മയുടെയൊക്കെ ജീവൻ ഉൾപ്പെടെ പോകുന്ന സാഹചര്യം. മാത്യു പി ഐസക്, ഹൊറിബിൾ ന്യൂസ്. അതെ, എല്ലാവരും വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വാർത്തയെ കാണുന്നത്. നമുക്ക് സമീപവാസികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും വലിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ ഇവിടെ അടുത്തുള്ളതല്ലേ? ചേട്ടാ അടുത്തുള്ള ഇത് അറിഞ്ഞു വന്നെയാണ്? ദൂരെയുള്ള, അത് ശരിയാ, അത് ശരി. ഇത് എന്നാലും അറിഞ്ഞു വന്നെയാന്ന് ചേട്ടാ? അറിഞ്ഞു വന്നെയാ. സത്യം പറഞ്ഞാല് അവര് ഭാഗ്യത്തിന്റെ രക്ഷപ്പെട്ടെ. എന്തോ ഇല്ല ചേട്ടാ, ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ചുറ്റും മൊത്തം അടിച്ചു കയറത്തില്ലേ? ഏകദേശം എനിക്കൊന്ന് 10 മിനിറ്റോളം ഇവിടെ കിടന്ന് അല്ലേ? അതാണ് ഇത് അറിഞ്ഞു വന്നെയാ.
എന്തായാലും പ്രതികളെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു, രണ്ടുപേരെ പിടിച്ചു പോലീസ് അല്ലേ? രണ്ടുപേരെ അറിഞ്ഞു വന്നേ കൂട്ടുകാരനാ, അത് ശരിയാ. എന്തായാലും ഇപ്പോൾ സമീപവാസികളെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വളരെ വലിയ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. സമീപവാസിയായ സാമൂഹ്യ വിരുദ്ധരായ 3 പേർ ഈ ഒരു വീട്ടിൽ വന്ന് അക്രമം നടത്തിയിരിക്കുന്നു. ഗ്ലാസുകളെല്ലാം അടിച്ചു തകർത്തിരിക്കുന്നു. അവർ ഒരുപക്ഷെ ഈ വീട്ടിലുണ്ടായിരുന്ന വീട്ടമ്മയും അമ്മയുടെ ഭർത്താവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അല്ലായിരുന്നുവെങ്കിൽ ചേട്ടാ സ്റ്റേഷനിൽ പോയിട്ട് തന്നെയാണോ? ആണോ ചേട്ടനാ? ചേട്ടാ സ്റ്റേഷനിൽ പോയിട്ട് തന്നെയാണോ? ആണോ ഇവിടുത്തെയാണോ ചേട്ടാ? നമ്മൾ വാർത്തയായിട്ട് ചാനലിൽ നിന്ന് വന്നേ കേട്ടോ. ചാനലിൽ നിന്ന് വന്നതായിരുന്നു നമ്മുടെ ഓമർട്ടുള്ള ചേട്ടനൊക്കെ പറഞ്ഞു. ചാനലിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായിരുന്നു ചേട്ടാ സംഭവം? എന്ത് പറയുക ചേട്ടാ ഇവിടെ? എൻ്റെ മോനവിടെ കല്യാണം കഴിച്ചു. അത് ശരിയാ. ഓ അത് ശരി. ഈ വീട്ടിലെ ഇത് അറിഞ്ഞു വന്നേ? അറിഞ്ഞുകൊണ്ട് വന്നതാണല്ലേ? അത് ശരിയാ. വാളകവാ. ഇത് അറിഞ്ഞുകൊണ്ട് വന്നേ ചേട്ടൻ. ഇവിടുത്തെ ചേട്ടൻ മൊഴി കൊടുക്കാൻ വാളകത്ത് പോയി, അല്ല ഇവിടെ എഴുകോട് സ്റ്റേഷനിൽ പോയേക്കുവാന്ന് പറഞ്ഞ്. എന്തായാലും ഈ കാണിച്ചു വെച്ചേക്കുന്ന പണി അല്ലേ വല്ലാത്തൊരു സംഭവമായി പോയി അല്ലേ? ഭയങ്കര സംഭവമായി പോയി. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അതാ എനിക്കൊന്ന് മദ്യപാനം മാത്രമായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും ലഹരിയോ ഒക്കെ ഉപയോഗിച്ച് കാണും. എന്തായാലും ലഹരിയൊക്കെ ഉപയോഗിക്കും. അറിയോ ചേട്ടനെ അക്രമം നടത്തിയ ഈ ഹരിലാലിനെ ചേട്ടൻ അറിയോ? അറിയത്തില്ല. അത് ശരിയാ, അറിയത്തില്ല. എന്തായാലും വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം എല്ലാവരും ആ വീടിന് ചുറ്റും നോക്കുന്നൊരു സ്ഥിതി. വീടിൻ്റെ ചുറ്റുമുള്ള ജനൽ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തിരിക്കുന്നു. കത്താളും അല്ല മറ്റ് മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 3ഓളം വരുന്ന ക്രിമിനൽ സംഘം ഇവിടെ അഴിഞ്ഞാടിയത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വീടിൻ്റെ ഏകദേശം പൂർണ്ണമായിട്ടും വീടിൻ്റെ ഗ്ലാസുകളെല്ലാം അടിച്ച് വലിയ നാശനഷ്ടം വരുത്തിയിരിക്കുന്നു. അകത്തൊക്കെ തന്നെ ഈ കുപ്പിച്ചില്ലുകൾ, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ചില്ലുകൾ ചിന്നിച്ചിതറി കിടക്കുന്ന സാഹചര്യം. ഇതെല്ലാം ചുറ്റും വീടിന് ചുറ്റും ഏകദേശം ഈ അക്രമി സംഘം മൊത്തത്തിൽ തുനിഞ്ഞ് ഇറങ്ങിയതായിരുന്നു. കാരണം അല്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ അക്രമം ഇവിടെ നടത്തില്ല. ഇത് അടുക്കളയുടെ ഗ്ലാസ് ചില്ല് പോലും ഈ അക്രമി സംഘം അടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. വീടിനുള്ളിലേക്ക് ഇതിന്റെ ഗ്ലാസ് ചില്ലുകൾ ചിന്നിച്ചിതറി കിടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അവർക്ക് വീടിനുള്ളിലേക്ക് പോലും കയറുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് കണ്ടില്ലേ, കിടപ്പുമുറിയിലേക്ക് പോലും ഈ ഗ്ലാസുകൾ ചിന്നിച്ചിതറി വീണിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വീട്ടമ്മ ഇപ്പോൾ വളരെ സങ്കടത്തിലാണ്. നമുക്ക് എടുത്തു പറയാനുള്ള മറ്റു കാര്യം, ഇങ്ങനെ അക്രമം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു താവളമായി ഈ എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ പരിസരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. എന്തായാലും അവരിപ്പോൾ ആ ബന്ധപ്പെട്ട പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അച്ഛനും വേണു അവരെല്ലാവരും കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വീട്ടിനുള്ളിലേക്ക് ഇവർക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അക്രമി സംഘം ഈ പൂണ്ട് വിളയാടിയ സമയത്ത് ഗ്ലാസിലെ ചില്ലുകൾ, ജനാല ചില്ലുകൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി ഈ വീടിനുള്ളിൽ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വലിയ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ്. 2 പ്രതികളെ പിടികൂടി മറ്റൊരാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തിയിരിക്കുന്നു. എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ പരിസരം ഈ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവിടെ നിന്നും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നു. മറ്റൊരാൾക്കായി തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു. കാരണം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വളരെ ഭയാനകമായ ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയും വീട്ടമ്മയുടെ ഭർത്താവും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഈ അക്രമി സംഘം ഇവിടെ കയറി അഴിഞ്ഞാടിയത്. ഒരുപക്ഷെ കണ്ണിലേക്കോ മറ്റ് ശരീരത്തിലേക്കൊക്കെ തന്നെ ഈ ഗ്ലാസ് ചില്ലുകൾ തുളച്ചു കയറിയിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ ഉൾപ്പെടെ പോകുന്ന സാഹചര്യം ഉണ്ടായേനെ. ശ്രീകുട്ടി ശ്രീയമ്മ, ഇത് വിഷ്ണു എവിടെയാണ് സംഭവം? ഇത് നമ്മുടെ എഴുകോണാണ് സംഭവം. സൂര്യ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണ്. എല്ലാവരും വളരെ ഞെട്ടലോട് കൂടിയാണ് കാണുന്നത്. നമുക്ക് അറിയാം, പല മേഖലകളിലായിട്ട് ഈ ഒരു ഗ്ലാസ്സൊക്കെ പൊട്ടിക്കുന്ന പോലൊന്നും അല്ല ഇതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും വീടിന്റെ പൂർണ്ണമായിട്ടും ജനൽ ചില്ലുകൾ തല്ലി തകർത്ത് അക്രമി സംഘം അഴിഞ്ഞാടിയിരിക്കുന്നു. സമീപത്ത് വിളക്ക് കത്തിക്കുന്ന ഭാഗമാണ്. അവിടെ ഉൾപ്പെടെ ഈ അക്രമി സംഘം ഒരു ദയയുമില്ലാതെയാണ് അഴിഞ്ഞാടിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ്. വിളിച്ചിട്ട് അവനങ്ങ് തെള്ളി അകത്തോട്ട് കയറാൻ നോക്കുക. അതെ, വേറെ 2 അവന്മാരെ കൂടെ നിൽപ്പുണ്ട്. സമീപവാസിയാണോ ചേട്ടാ? ഇവിടെ അടുത്തുള്ളതാണോ? ഇത് അറിഞ്ഞു വന്നതാണോ ചേട്ടാ? ഇറങ്ങിയത്. അത് ശരിയാ. എന്താണ് ചേട്ടാ ഇതിനൊക്കെ പറയുന്നത്? നമ്മുടെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ എന്റെ ചേട്ടന്റെ വീടാ അത്. അത് ശരിയാ. ഓ അത് ശരിയാ. വളരെ വലിയ ക്രൂരമായ സംഭവമല്ലേ ഇത്? ഭാഗ്യത്തിൽ അവർ രക്ഷപ്പെട്ടല്ലേ പറയുന്നത്? അതാ ലഹരി ആയിരിക്കും ഇതിന്റെയൊക്കെ മെയിൻ കാര്യം അല്ലേ? ലഹരി ഉപയോഗിച്ച ശേഷം നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പൊ ആദ്യമായിട്ടാ ഇത്ര വലിയൊരു സംഭവം അല്ലേ? അകത്തൊക്കെ കയറി നോക്കിയപ്പോ എന്തോ കണ്ട കാഴ്ച? അടിച്ചു പൊളിച്ചിട്ടേക്കോ? അത് ശരിയാ.
എന്തായാലും വല്ലാത്തൊരു സംഭവം പോയി അല്ലേ. എന്തായാലും സമീപവാസികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. കാരണം ഇവർ അവരുടെ കാര്യം നോക്കി കഴിയുന്നവരാണ്. ഇവർ ആർക്കും ശല്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ ഇവിടെ ജീവിച്ചു വരികയാണ്. അതിനിടയിലാണ് ഈ സമീപത്താണ് ഈ വീട്ടിലെയാണ് ഈ ഹരിലാൽ എന്നയാൾ അക്രമി. ഈ ഒരു 34 വയസ്സുള്ള ഹരിലാൽ ഈ ഒരു വീട്ടിലേക്കാണ് മറ്റു 2 സുഹൃത്തുക്കളുമായി ആയുധങ്ങളുമായി എത്തി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി വീടിന്റെ ജനൽപ്പാളികളെല്ലാം അടിച്ചു തകർത്ത് സ്വിച്ച് ബോർഡുകളെല്ലാം കത്താൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. കണ്ടില്ലേ, ഈ സ്വിച്ച് ബോർഡൊക്കെ കത്താൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് എഴുകോൺ പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. എഴുകോൺ പോലീസ് 2 പ്രതികളെ പിടിച്ചിട്ടുണ്ട്. മറ്റൊരാൾക്കായി തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മറ്റുള്ളവരെ അമ്മയ്ക്ക് അറിയാവുന്നതാണോ അമ്മേ, അതോ ഈ ഹരിലാലിന്റെ കൂടെ ഉള്ള? എനിക്കറിയത്തില്ല. കൊച്ചാതിൻമുട്ടിലുള്ള ഒരാളെന്ന് പറഞ്ഞു ഒരു ലോട്ടറി കച്ചവടം മോനാണ്. അത് ശരിയാ, അറിഞ്ഞൂടാ. എന്തായാലും ഈ ഹരിലാലിനെ അറിയാലോ, പോലീസിനോട് അവർ ഹരിലാൽ പറയുമല്ലോ. എല്ലാരും വർഷങ്ങളായിട്ട് ഇവിടെ നമ്മളായിട്ട് മിണ്ടാട്ടോ വല്ലതും ഉണ്ടോ ഇവിടെ? സഹകരണമൊന്നുമില്ല, ഒന്നുമില്ല. കണ്ടിട്ട് പോലും ഇല്ല. അത് ശരിയാ, ആരുമായിട്ടും ഇല്ല. പിന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ എന്തോ ഇതെന്തോ കത്താള വെച്ച് വെട്ടിയത്, വടിവാളൊക്കെ ഇട്ട് വെട്ടിയത്. അതാണ് ഇപ്പം ഈ മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാ ഈ ഇലക്ട്രിക്കൽ പരമായിട്ട് ഇവിടുത്തെ ഈ സ്വിച്ച് ബോർഡുകളെല്ലാം ഈ കത്താള് വെച്ചും വടിവാള് വെച്ചും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് മറ്റേ ഈ ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുകയാണ്. അതുകൊണ്ട് മെയിൻ സ്വിച്ച് അവർ ഇപ്പോൾ ഓഫാക്കിയിരിക്കുകയാണ്. കാരണം വീട്ടിൽ അവർക്ക് ഇന്ന് ഇരുട്ടതിരിക്കാനേ പറ്റത്തുള്ളൂ. ഈ ഒരു അമ്മയും അമ്മയുടെ ഭർത്താവും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അക്രമി സംഘം, ഈ 3 അംഗ അക്രമി സംഘം ദാ ഈ ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു വന്ന് വീട് പൂർണ്ണമായിട്ടും തകർന്നു തന്നെ പറയേണ്ടതായി വരും. കാരണം അകത്തേക്ക് ചില്ലുകളെല്ലാം ചിന്നി കിടക്കുന്നു. അവരുടെ ബെഡ്റൂമിൽ ഉൾപ്പെടെ, കട്ടിലിൽ ഉൾപ്പെടെ, തുണികളിൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ അടുക്കളയിൽ പാചകം ചെയ്തു വെച്ചിരുന്ന ആ ഒരു ആഹാര പദാർത്ഥങ്ങളിൽ ഉൾപ്പെടെ ഈ കുപ്പിച്ചില്ലുകൾ ചിന്നി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ആ ഒരു കുടുംബം. ഇപ്പോൾ ബന്ധപ്പെട്ട പോലീസിൽ മൊഴി നൽകുവാൻ വേണ്ടി അമ്മയുടെ ഭർത്താവ് പോയിരിക്കുകയാണ്. കാര്യം എന്തായാലും ഈ ഇത് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ആ ഒരു വീട്ടിൽ, ആ ഓടിട്ട വീട്ടിൽ കാണുന്ന ആളാണ്, ആ ഓടിട്ട വീട്ടിലെ 34 വയസ്സുള്ള ഹരിലാൽ എന്ന ആളാണ് ഈ ഒരു വീട്ടിൽ വന്ന് അക്രമം നടത്തിയത്. ഹരിലാലിന്റെ കൂടെ മറ്റ് 2 പേരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പക്കൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം ഈ അക്രമം നടത്തുന്ന സമയത്ത് അമ്മയുടെ ഭർത്താവ് ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കേട്ടാലറയ്ക്കുന്ന അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെയും പാഞ്ഞെടുക്കുകയായിരുന്നു. പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും ഈ അക്രമി സംഘം ഇവിടെ നിന്നും ഈ പുറകിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുറകിലൂടെ എവിടെ അമ്മയത് ചെന്ന് കയറുന്ന ഈ റോഡ് അറിയോ? റോഡിൽ കയറാം. അതുവഴി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ പോയല്ലേ? ഇതെങ്ങനെ പ്രതിയെ പിടിച്ചെന്നെങ്ങനെ പറഞ്ഞ ഇവരെ പിടിച്ചെന്നുള്ള കാര്യം പോലീസ് അറിയായിരുന്നോ? പിടിച്ചത് ശരിയാ. എന്നിട്ട് പോലീസുകാർ നമ്മളെ അറിയിച്ചു പിടിച്ചെന്ന്. ഓ അത് ശരിയാ, കിട്ടിയില്ല. ഇതിനു മുമ്പ് ഇതുപോലെ ഇങ്ങനെ വല്ല ഭീഷണിയോ വല്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഇവന്റെ ഭാഗത്തുനിന്ന്? വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ മേലെ കൂരി അടിച്ചപ്പോഴേ അവന് സാമൂഹ്യ വിരുദ്ധ സ്വഭാവമൊക്കെ എല്ലാരോടൊക്കെ വരുമ്പോ ഇത് പിന്നെ എല്ലാം കാണത്തില്ലേ. ഓ അത് ശരിയാ, അങ്ങനെ ഇതായിരിക്കും. അതുപോലെ തന്നെ ഈ എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ലഹരി മാഫിയയുടെ ഒരു താവളമായിട്ട് മാറുക അല്ലേ? കാരണം അവിടെ ഒഴിഞ്ഞ കെട്ടിടങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ മാറുക. ഇതൊക്കെ എല്ലാം താവളം അടിക്കുന്നത് അവിടെ ആണല്ലേ? അത് ശരിയാ. ഇവിടെ തന്നെ അക്രമം നടത്തിയ ശേഷം അവരവിടെ പോയിരുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വീട് ഏകദേശം പൂർണ്ണമായും തകർത്തെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. ഗ്ലാസുകൾ അടിച്ച് തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളിൽ ഈ കത്താൾ ഉപയോഗിച്ച് വെട്ടി സ്വിച്ച് ബോർഡെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി അവർ മെയിൻ സ്വിച്ച് ഇപ്പോൾ ഓഫാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. പ്രതികളായിട്ടുള്ള 2 പേരെ ഇപ്പോൾ എഴുകോൺ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇവർ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഈ സമീപത്താണ് വീട്. ആ ഒരു വീട്ടിൽ നിന്നുമാണ് ഇവർ 3 പേർ ഇവിടേക്ക് എത്തി അക്രമം നടത്തിയ ശേഷം പോലീസിനെ വിളിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പുറകിലൂടെ നേരെ മെയിൻ റോഡിൽ, അതായത് കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ്, മെയിൻ റോഡിൽ ചാടി അവിടെ നിന്നും പിന്നീട് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ആളൊഴിഞ്ഞ ഭാഗത്ത് നിൽക്കുമ്പോഴായിരുന്നു ബന്ധപ്പെട്ട പോലീസ് ഈ പ്രതികളെ പിടികൂടിയത്. ഒന്നുകൂടെ നമുക്ക് അകത്തേക്ക് കയറുന്നതിന് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ചില്ലുകൾ മൊത്തം ചിന്നി കിടക്കുകയാണ്. അകത്തേക്ക് ചെരുപ്പിടാതെ നമുക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ദാ കണ്ടില്ലേ, ഇവിടെയാണ് ആ ഒരു ടേബിളിലാണ് അവർ ഈ അമ്മയും അമ്മയുടെ ഭർത്താവും വരുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇവർ വെല്ലുവിളിച്ച് അസഭ്യം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് കയറി വന്ന് അക്രമം നടത്തിയത്.
എന്തായാലും അക്രമത്തിൽ പൂർണ്ണമായിട്ടും വീട് തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഈ നാട്ടുകാർ ഒന്നടങ്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ കാരണം ഈ ഒരു പണിമുടക്ക് ദിനം ഇന്ന് ഒരു പൊതു പണിമുടക്ക് ദിനമാണ്. ഈ ഒരു പൊതു പണിമുടക്ക് ദിനത്തിൽ നമുക്ക് ഇങ്ങനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരുമ്പോൾ വലിയ വിഷമമുണ്ട്. ഏതാണ്ട് ഇവിടുത്തെ അമ്മയെ കഴിക്കുന്ന മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ അതിലെല്ലാം കുപ്പിച്ചില്ലുകൾ ചിന്നിച്ചിതറിയിരിക്കുന്നു. അതുപോലെ അടുക്കളയിൽ പാചകം പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുവാനുള്ളത് എന്തായാലും പോലീസ് മറ്റൊരു പ്രതിയെ കൂടി പിടികൂടട്ടെ. 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കിടപ്പുമുറിയാണ്. കിടപ്പുമുറിയിലൊക്കെ ഈ അക്രമി സംഘത്തിന്റെ ആ ഒരു അഴിഞ്ഞ ഘട്ടത്തിൽ മൊത്തത്തിൽ കുപ്പിച്ചില്ലുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന സ്ഥിതിയാണ്. വസ്ത്രങ്ങളിലെല്ലാം ഈ കുപ്പിച്ചില്ലുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്നു. എന്തായാലും ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലെ ഈ അക്രമി സംഘം ഇവിടെ കയറി അഴിഞ്ഞാടുമെന്ന്. എഴുകോൺ കോയിക്കൽ, അതായത് കൊല്ലം ജില്ലയിലെ എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായ ആ ഒരു വലിയ ആക്രമണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആളുകളെല്ലാം, ഈ നാട്ടുകാരെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ വലിയ ഒരു സംഭവം തന്നെയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ചേട്ടാ നാട്ടുകാരനാണോ അതോ? എന്തായാലും എല്ലാവരും ഈ ഒരു വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരവരുടെ കാര്യം നോക്കി കഴിയുന്ന ആളുകളാണ്. കാരണം അവർ ആർക്കും ഒരു ശല്യമോ മറ്റു കാര്യമൊന്നും ഇല്ലാതെ ഇവർ ഇവിടെ ജീവിച്ചു വരുന്നവരാണ്. പക്ഷേ അവരെയാണ് ഇപ്പോൾ ഈ അക്രമി സംഘം ഈ കൊലപ്പെടുത്തുവാനുള്ള വലിയ ശ്രമം നടത്തിയത്. പക്ഷേ അവർ ഭാഗ്യത്തിന് അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും ഈ വീട് ഏകദേശം ഭാഗികമായി തകർന്ന ഒരു സ്ഥിതിയാണ്. ഗ്ലാസ് ജനാല ചില്ലുകൾ പൊളിഞ്ഞ് അകത്തേക്കൊക്കെ വീണിരിക്കുന്നു. അവരുടെ ആഹാര പദാർത്ഥങ്ങളിൽ ഉൾപ്പെടെ ഈ കുപ്പിച്ചില്ലുകൾ വീണിരിക്കുന്ന സാഹചര്യം, കിടപ്പുമുറിയിൽ അടക്കം കുപ്പിച്ചില്ലുകൾ വീണിരിക്കുന്ന സാഹചര്യം. അതുകൂടാതെ തന്നെ മരുന്നുൾപ്പെടെ, കാരണം ഇവരൊക്കെ കഴിക്കുന്ന മരുന്നിനകത്തുൾപ്പെടെ ഈ കുപ്പിച്ചില്ലുകൾ ചിന്നി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീടിന് ചുറ്റുമായിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു ഏകദേശം 10 മിനിറ്റെങ്കിലും എടുത്തു കാണും. കാരണം ഈ അക്രമി സംഘം ഇവിടെ കിടന്ന് അഴിഞ്ഞാടാൻ എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് പറയുവാനുള്ളത്. എഴുകോണിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇത് അടുക്കളയുടെ ഭാഗമാണ്. അടുക്കളയിൽ ഉൾപ്പെടെ ഈ അക്രമി സംഘം നടത്തിയ ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അക്രമമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വർഗീസ് കെ ജി, എവിടെയാ വിഷ്ണു? ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായ സംഭവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഗ്ലാസുകളെല്ലാം അടിച്ച് തകർത്തിരിക്കുകയാണ്. കത്താളും വടിവാളും മറ്റ് മാരക ആയുധങ്ങളുമായി എത്തിയ സംഘമാണ് ഈ അക്രമം നടത്തിയത്. ഇതിന്റെ ഗ്ലാസിന്റെ ചില്ലുകളെല്ലാം അകത്തുള്ള കട്ടിലിലേക്കും അതുപോലെ തന്നെ അകത്ത് വെച്ചിരുന്ന സാധനങ്ങളിലേക്കും എല്ലാം തെറിച്ചു വീണിരിക്കുന്നു. അകത്ത് ഈ മുറിക്കകത്ത് കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ പ്രസന്നൻ മേഴ്സി, ഇത് എവിടെയാണ് ബ്രോ? ഇത് എഴുകോണാണ്. നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ 50 മീറ്റർ പോലും ഇല്ല. കാരണം അടുത്തായിട്ട് ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ വീട്ടിലാണ് ഈ അക്രമി സംഘം അഴിഞ്ഞാടിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. എല്ലാം പറയണ്ടോ? എന്തായാലും എല്ലാവരും വലിയ സങ്കടത്തിലാണ്. കാരണം നാട്ടുകാരെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി കണ്ടില്ല. ഈ ഗ്ലാസ്സൊക്കെ എന്ന് വെച്ചാൽ ഒരടിയല്ല. ഇവിടെ ഏകദേശം 10 മിനിറ്റോളം ഈ അക്രമി, ഈ സാമൂഹ്യ വിരുദ്ധൻ, ഈ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ശേഷം ഇവിടെ വന്ന് ഒരു പാവം അമ്മയും അമ്മയുടെ ഭർത്താവും താമസിക്കുന്ന വീടാണ്. ആ വീട്ടിൽ വന്ന് കാണിച്ച ക്രൂര പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടതായി വരും. അഹമ്മദ് കബീർ കെറ്റിയ മീഡിയ, അതെ എല്ലാ ആളുകളും കാരണം ഈ ഒരു സംഭവത്തെ വലിയ രീതിയിൽ അപലപിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. എങ്ങനെ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയേ അല്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. അകത്തെല്ലാം കുപ്പിച്ചില്ലുകൾ ചിതറി കിടക്കുന്നു. ആഹാരം മഹേഷ് പറക്കൽ, എന്താ സംഭവം? ആരാ ആക്രമണം നടത്തിയത്? ഇത് ആക്രമണം നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷ് ഇത് സമീപത്തെ ഈ വീട്ടിലെ ഒരാളാണ്. ഈ വീട്ടിലെ 34 വയസ്സുള്ള ഹരിലാൽ എന്നയാളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ആണ് ഇവിടെ കയറി അക്രമം നടത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ അഹമ്മദ് കബീർ, വീഡിയോ എടുക്കണേ, ഓക്കെ എടുക്കാം. അതുപോലെ ഷിബു പേൾ, മൈ ഗോഡ്, എല്ലാവരും ദുഃഖത്തിന്റെ സിമ്പൽ അയക്കുന്നത്. കാരണം ഒരു വീട്ടിൽ ഒരു പ്രായമായ അമ്മയും അച്ഛനുമാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ കയറി ഇത്ര ക്രൂര പ്രവൃത്തി ചെയ്ത ഇങ്ങനെയുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ബിന്ദു ഭാസ്കർ, എന്താ കാര്യം? ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ നിരന്തരമായിട്ട് ഇവരെ ഈ വീട്ടിൽ താമസിക്കുന്ന ആ ഒരു അമ്മയും അച്ഛനെയും ക്രൂരമായിട്ട് വേട്ടയാടുകയായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വേട്ടയാടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിരോധമാണ് ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ഇതങ്ങോട്ട് ആർക്കും അങ്ങോട്ട്
ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പല ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, സമീപവാസികളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ അഹമ്മദ് കബീർ ലഹരി മനുഷ്യനല്ലാതാക്കുന്നു. അതായത് ലഹരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മദ്യപാനം മാത്രമല്ല, ഇപ്പം മറ്റ് MDMA കഞ്ചാവും പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് കണ്ടാൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അക്രമം ഈ ക്രൂരന്മാർ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഇവരെ പോലെയുള്ള ആളുകളെ ഒരിക്കലും പുറം ലോകം കാണാതിരിക്കാൻ വേണ്ടിയുള്ള നിയമ സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ പുറത്തിറങ്ങും, ഒരു 10 ദിവസം ജയിലിൽ കിടക്കും, അതിനുശേഷം പുറത്തിറങ്ങും, വീണ്ടും ഇതുപോലുള്ള പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. അല്ലേ ചേട്ടാ? അങ്ങനെ പുറം ലോകം കാണിക്കരുത്. അതാണ് എന്തായാലും വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. തോമസ് വർഗീസ്, ഇത് എവിടെയാണ് കൊട്ടാരക്കര? ഇത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എഴുകോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. എഴുകോൺ കോയിക്കൽ ക്ഷേത്രം, കോയിക്കൽ അമ്പലത്തിന്റെ വടക്ക്, കോയിക്കൽ അമ്പലത്തിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് സംസാരിക്കുന്നത്. പറയണ്ടോ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? കാരണം ഇത് നമ്മുടെ സമീപത്ത് ആണല്ലേ, അങ്ങനെ വല്ലാത്തൊരു സംഭവം ഇപ്പൊ അല്ലേ? അതെ, ശരിയാ. കഞ്ചാവ് ഈ എഴുകോൺ, ശരിയാ, ഈ എഴുകോൺ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തൊക്കെ എനിക്ക് തോന്നുന്നു അവിടെയാണ് ഇവന്മാരുടെയൊക്കെ ഒരു താവളം. എന്തായാലും പ്രതികളായിട്ടുള്ള 2 പേരെ പിടികൂടിയിരിക്കുന്നു. മറ്റൊരാളുണ്ട്, അയാളെയും പിടികൂടണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത്. സുരേഷ് ഇങ്ങനെ ഒരാൾ വീട്ടിൽ കയറി ആക്രമിക്കാൻ എന്താണ് കാരണം? ഇത് ആക്രമിക്കാൻ കാരണം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ലഹരി, അതാണ് ഇതിന്റെ പ്രധാന കാരണം. ഈ മറ്റ് കഞ്ചാവും MDMA പോലെയുള്ള മറ്റ് മദ്യപാനം മാത്രമല്ല. കാരണം ഇയാളെ പറ്റി ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് വലിയ വിഷയമാണെന്നാണ് പറയുന്നത്. അതെ, മിൻഹാജ് പുതിയ വീടാണെന്ന്. അതെ, എല്ലാവരും പോലീസ് വന്നില്ല. പോലീസ് വന്നു, 2 പേരെ പിടികൂടി. അതുപോലെ തന്നെ അഹമ്മദ് കബീർ KTV എപ്പോഴും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ വീക്ഷിക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്. കാരണം ഒരു പാവം പിടിച്ച ഒരു അമ്മയുടെ ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ കയറി ഇത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന ഇതുപോലെയുള്ള ആളുകളെ പുറംലോകം കാണിക്കില്ലെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് ഒരു 10 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ജയിലിൽ കിടക്കും, വീണ്ടും പുറത്തിറങ്ങും. ഇതിന്റെ അപ്പുറത്തെ പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. ഇവർക്ക് ഇന്ന് ഈ വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതാണ് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ അക്രമി സംഘം ഒരുപാട് ക്രിമിനൽ കേസുകളിലും നിരന്തരമായിട്ട് ഈ നമ്മുടെ എഴുകോൺ പ്രദേശങ്ങളിൽ അക്രമങ്ങൾ നടത്തുന്ന കഞ്ചാവ് ലോബി അല്ലെങ്കിൽ ലഹരി മാഫിയ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. അവരെയൊക്കെ തന്നെ പിടികൂടി അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുവാൻ പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമാവണം. നമുക്കറിയാം എഴുകോൺ CI സുധീഷ് സാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ സാധാരണക്കാരോടൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവും താമസിച്ച വീട്ടിൽ കയറി ഇത്ര ക്രൂര പ്രവൃത്തി ചെയ്ത ആ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. മാത്രമല്ല പുറംലോകം കാണാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഇത് നിസ്സാരമായിട്ട് കാണുക. ഇത് ഇന്ന് പൊതുപണിമുടക്ക് ദിവസമാണ്. ഈ പൊതുപണിമുടക്ക് ദിവസത്തിൽ നടത്തിയ വലിയ ഒരു അക്രമം, ഇത് അക്രമിയുടെ വീട് മറ്റെങ്ങുമല്ല, അതാ ആ കാണുന്ന വീടാണ്. ആ വീട്ടിൽ നിന്നുമാണ് ഈ പ്രതിയും പ്രതിയുടെ കൂട്ടാളികളും ഈ ഒരു വീട്ടിലേക്ക് കടന്നു വന്ന് ഇത്ര നികൃഷ്ടമായ ഇത്ര ക്രൂരമായ ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ, അക്രമികളുടെ പേരുകൾ പറയൂ വിഷ്ണു. ഈ അക്രമികളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേര് ഈ അമ്മയ്ക്കൊക്കെ അറിയത്തുള്ളൂ. അക്രമിയുടെ ഒരാളുടെ പേരെന്ന് വെച്ചാൽ ഹരിലാൽ എന്നാണ്. 34 വയസ്സാണ്. മറ്റുള്ളവരുടെ പേരൊന്നും അറിയത്തില്ല അല്ലേ അമ്മേ? മറ്റുള്ളവരുടെ പേര് അറിയത്തില്ലേ? ഈ ഹരിലാലിന് ജോലി വല്ലതും ഉണ്ടോ അമ്മേ? വണ്ടിയൊക്കെ ഓടുന്നു. ഓട്ടോ ഓടുവന്നതോ? നമ്മളങ്ങോട്ട് നോക്കാനേ പോവാറില്ല. അതുപോലെ തന്നെ പ്രസന്നൻ മേഴ്സി പറഞ്ഞിരിക്കുന്നു, നട്ടല് വെട്ടിപ്പൊട്ടിച്ചൊരുപോലെ ഇടുന്ന യുവമാരെ ജീവിതത്തിൽ ഒരിക്കലും മലന്ന് കിടന്ന് അടുത്ത ജീവിതകാലം മുഴുവൻ കാണണം ഇങ്ങനെ ഉള്ളവരും. അതെ, കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ പ്രായമായ ഒരു ചേട്ടന് നേരെ ഇത്ര വലിയ ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന ഇവരെ പോലുള്ള ആളുകളെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്തായാലും സമീപവാസി ഇവിടെ അടുത്തുള്ളതാണോ അമ്മേ? എന്താണ് ഇത് കണ്ടിട്ട് പറയാനുള്ളത്? കാരണം ഇത്ര വലിയൊരു ഭയങ്കര സംഭവം. എത്ര വിരോധം ഉണ്ടായാലും ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവനവന്റെ സ്വന്തം കാണിച്ചത് ശരിയാ. ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടതല്ലേ? ആ വീട്ടിലുണ്ടായിരുന്നവരെയാ അവര് കഥവ് തള്ളി അടച്ചത് കൊണ്ടല്ലേ രക്ഷപ്പെട്ടു. ഇതുപോലെ അവരെയും വെട്ടത്തില്ല. അതാ ഈ ചില്ലുകളൊക്കെ മുഖത്തൊക്കെ വീണ് കഴിഞ്ഞാലല്ലേ അകത്ത് കയറി കണ്ടോ? നോക്കിയായിരുന്നോ? അടിച്ചു പിടിച്ച എന്തായാലും ഇവരെ ഇല്ലാതാക്കുവാന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ വന്നത് അല്ലേ? ഭാഗ്യത്തിന് അവർ കാര്യം അതാണ്. ഈ കുറ്റം നടത്തിയ ആളെ അറിയോ? അത് ശരിയാ. ഇവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണോ? വാങ്ങിച്ച് താമസിച്ചത്. അത് ശരിയാ. പുതിയ വീടാണല്ലേ? ഒരു 5-6 മാസമല്ലേ ഉള്ളൂ പാല് കാച്ചി നടത്തിയിട്ടാ. അപ്പൊ അകത്തൊക്കെ കയറി നോക്കിയായിരുന്നോ അമ്മ? നോക്കിയോ? പോയില്ല. അകത്ത് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മൊത്തം കുപ്പിച്ചില്ലൊക്കെ. ചേട്ടാ ഇത് കണ്ടിട്ട് എന്ത് തോന്നി ചേട്ടാ?
സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ വീട് കയറി ആക്രമണം എന്നുള്ളൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന് കാരണം കാണും, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ കാണും, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ കാണും. ഇതൊരു വിഷയമില്ലാതെ ഒരു നടന്ന സംഭവം. അത് മാത്രമല്ല, ഒരു വീട് കയറി ആക്രമണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1-2 ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും. ഇതൊരു വീടിന്റെ ഒരു റൗണ്ടിൽ ഇറങ്ങി എത്തി വീടിന്റെ സ്വിച്ച് ബോർഡ് മൊത്തവും ഗ്ലാസും അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഗൂണ്ട ആക്രമണം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഗൂണ്ട മാഫിയ ആക്രമണമാണ്. ഇത് മദ്യത്തിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയോ ഒക്കെ ഉപയോഗങ്ങൾ കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന്റെയൊക്കെ ഇവരെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു രീതി ആ സമയത്ത് ഈ വീട്ടിലെ പ്രായമായ ശ്രീനിവാസൻ പിള്ളി അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ആക്രമിക്കും. അല്ല, അവരെ കിട്ടിയാൽ അവരെ ആക്രമിക്കുക. അപ്പൊ അത്രമാത്രം ക്രൂരമായ ഒരു നടപടിയാണ്. ഇതിനെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ എഴുകോൺ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ സംഘർഷം പോലും ഉണ്ടാവാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഗൂണ്ട ആക്രമണം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പോലീസിന് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ പട്ടാപ്പകലൊക്കെ പകല് രാത്രികളൊക്കെ ഇരുട്ടിന്റെ മറവിൽ ചെയ്യാറുണ്ട്. ഇരുട്ടിന്റെ മറവിൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇത് പകല് പരസ്യമായി 1:30 വന്ന് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ഗൂണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. അത്രമാത്രം മദ്യത്തിന്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയോ ഒരു ഉപയോക്താക്കളാണ് ചെയ്തത്. ഈ എഴുകോൺ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ കഞ്ചാവ് മാഫിയകൾ തമ്പടിക്കുന്നു പറഞ്ഞത് ഇവർക്കിനകത്ത് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നമുക്കൊരു ധാരണയില്ല. അല്ല, അവരെ പിടികൂടി ആ ഭാഗത്ത് കഞ്ചാവൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യത്വമായ പണിയല്ല. ഒരു വീട്ടിൽ ഒരു ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ചുറ്റും നടന്ന് മൊത്തം ഗ്ലാസ് പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ മാനുഷികമായി ഒരു പരിഗണനയില്ല. ഇതിനെ ശക്തമായ നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് ഒരു വീടിനും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ശരിയാട്ടോ. എന്തായാലും നാട്ടുകാരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും സമാധാനമായി സന്തോഷമായി കഴിയുന്ന ഒരു മേഖലയാണ്. ഈ ഒരു മേഖലയാണ് സമീപവാസിയായ ഒരാളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. കാരണം ഇത്ര വലിയ ക്രൂരമായ നികൃഷ്ടമായ സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്കറിയാം, എവിടെയൊക്കെ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് മുമ്പ് സംസാരിച്ച ആ ചേട്ടൻ പറഞ്ഞ പോലെ പലയിടത്തും ഈ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വ്യക്തിവിരോധത്തിന്റെ പേരിലും മറ്റ് വിരോധങ്ങളുടെ പേരിലും ഒക്കെ തന്നെ പല അക്രമങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ അത് ഇരുട്ടിന്റെ മറവിലായിരിക്കും പലതും ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പട്ടാപ്പകൽ, അതായത് ഏകദേശം ഉച്ചയ്ക്ക് 1:30 കൂടി ഇങ്ങനെയുള്ള ക്രൂരമായ പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. മുരളിക്കാട്ടുള്ള ജയകുമാർ വല്ലം ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു, നല്ല പിഴ കൊടുക്കണം. എല്ലാവരും ശക്തമായ ഇത് നിസ്സാരമായിട്ട് കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടുത്തെ ഈ വീട്ടിലെ ചേട്ടൻ, ഗൃഹനാഥനായിട്ടുള്ള ചേട്ടൻ ഇപ്പോൾ എഴുകോൺ സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മളിവിടെ വന്നപ്പോഴേക്കും കാരണം ഈ അമ്മ അകത്ത് കയറാൻ പറ്റാതെ പുറത്തിരിക്കുകയാണ്. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം കുപ്പിച്ചില്ലാണ്. കാരണം ഇനിയായാലും എന്തെങ്കിലും സംഭവിച്ചു പോയേക്കാം. അതുകൊണ്ട് അവർ അകത്തേക്ക് കയറുന്നില്ല. ഗ്ലാസിന്റെ ചില്ല ചേട്ടൻ കയറി നോക്കിയായിരുന്നില്ലേ? നോക്കിയായിരുന്നു. അതുപോലെ തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ ഇത്ര വലിയ രീതിയിലുള്ള ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് തക്കതായ ശിക്ഷ, അതായത് 1-2 ദിവസം കിടന്നിട്ട് നാളെ ഇറങ്ങിയിട്ട് വീണ്ടും ഒരു മതിലിനപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യാം. കാരണം കഞ്ചാവും MDMA പോലുള്ള ലഹരി ഉപയോഗിച്ച് കഴിയുമ്പം ഈ സ്വന്തം കൂടപ്പറപ്പുകളെ പോലും തിരിച്ചറിയുന്നില്ല. അങ്ങനെ പലയിടത്തും പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുരളിക്കാട്ടുള്ള എഴുകോണിൽ പ്രകാശ് എന്ന CIയും എഴുകോണിൽ ജോപ്രകാശ് എന്ന CIയും ശേഷം എഴുകോണ് അതെ പലരും ഒരുപാട് കമന്റുണ്ട്. അവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഗീതമ്മ ബാലചന്ദ്രൻ, എന്തൊരു ക്രൂരത, അതെ എന്തൊരു ക്രൂരത എന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് ഇതിനെ കാണാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യം. ഒരു വീടിന് ചുറ്റും നടന്ന് അക്രമി സംഘം ഈ ആയുധങ്ങളുമായി വലിയ രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് ഇത്ര വലിയ നീചമായ പ്രവൃത്തി ചെയ്തു എന്ന് പറയുമ്പം അതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുകയില്ല. കാരണം എന്തായാലും എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം ഈ ഒരു അമ്മ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന, ഒന്നാമത് രോഗിയൊക്കെയാണ്, എന്തായാലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്ത്, നമുക്കറിയാം എഴുകോണിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കോയിക്കൽ ക്ഷേത്രം. ആ ഒരു കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോണിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ അല്ല 200 മീറ്ററേ കാണത്തുള്ളൂ ഇവിടം വരെ. അതാണ് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. അതായത് 2 പ്രതികളെ പോലീസ് പിടികൂടിയെങ്കിലും മറ്റൊരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയെന്നാണ് നമുക്ക്. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാരണം നാളെയുടെ അതുപോലെ തന്നെ മിൻഹാജ് ഈ അമ്മയ്ക്ക് മക്കളിലെ അമ്മയുടെ മക്കള് വേറെ ആരാമ്മ ഈ വീട്ടിലുള്ള അവരൊക്കെ വർക്ക് ചെയ്യുന്ന ശനിയാഴ്ച രാവിലെ പോയ, പിന്നെ മോള് പിന്നെ ഇത് റേഡിയോ ഓങ്കോളജി അവസാന വർഷം ചെയ്തോണ്ടിരിക്കുക. ഇതെല്ലാം ഇവനറിയാം ഇല്ലേ? അവനറിയാം. മരുമോനാണെങ്കിൽ ഇപ്പം കൊല്ലം തിരുവനന്തപുരത്ത് GST ഓഫീസറാ, എയറോഡ്രാമില. അവിടെ ഇപ്പം 3 ദിവസം ആയതേ ഉള്ളൂ. അങ്ങോട്ട് കിട്ടിയതാ. എറണാകുളത്തായിരുന്നു. ഈ വീട് വെച്ചിട്ട് ഇപ്പം കുറച്ചായതേ ഉള്ളൂ. 8 മാസം ആയതേ ഉള്ളൂ. ആയതേ ഉള്ളൂ. അത് ശരിയാ.
എന്തായാലും ഈ സ്വിച്ച് ബോർഡുകളൊക്കെ ഇപ്പോൾ തകർന്നു കിടക്കുന്ന സാഹചര്യം, ഈ ഗ്ലാസ് ചില്ലുകൾ എല്ലാം ചിന്നി ചിതറി കിടക്കുന്നു. സമീപത്ത് വിളക്ക് കത്തിക്കുന്നതിന് സമീപത്ത് ഒന്നും പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാം കുപ്പിച്ചില്ലുകൾ കിടക്കുകയാണ്. അതുപോലെ ഫാൻ ഉൾപ്പെടെ, ഫ്രണ്ടിലത്തെ ഫാൻ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെച്ചാൽ മൊത്തത്തിൽ ഇത്ര വലിയ ക്രൂരത കാണിക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ മറ്റെങ്ങും കാണില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ കത്താൾ വെച്ച് തുരുതുരാ വെട്ടിയതാണ്, കത്താൾ വെച്ച് വെട്ടി ഇല്ലാതാക്കിയിരിക്കുന്നു. പക്ഷേ ഇതിനകത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അകത്ത് കയറി ലൈറ്റ് ഇടിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷോക്ക് അടിക്കുകയും വലിയ വിപത്തുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അകത്തോട്ട് ആരും കയറുന്നില്ല, അകത്ത് കയറാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അതുപോലെ മിൻഹാജ് എഴുകോണുകാർ ഭീതിയിലാണ്. അതെ, ഇവരെ കൊണ്ട് കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പലതവണ പോലീസിൽ പരാതി നൽകി, ആ പരാതി കൊടുത്ത് ഇവരെ സഹിക്കാൻ പറ്റാത്തപ്പം പരാതി കൊടുത്തതിൻ്റെ ആ ഒരു വിരോധമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് പോയതെന്നാണ് നമ്മൾ നമുക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത് നമുക്കെതിരെ. അത് ശരിയാണ്, അത് ശരി. അതായത് ഈ അക്രമി, അതായത് ഈ ഹരിലാൽ എന്നയാൾ ഈ വീട്ടുകാരുമായിട്ട് നിരന്തരമായിട്ട് പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. കാരണം കള്ളപ്പരാതിയെ കൊടുത്ത് പിന്നെ ഇവർക്കെതിരെ വ്യാജ പരാതി കൊടുത്തു. പക്ഷേ ഇതൊക്കെ പോലീസിനറിയാം. കാരണം ഈ ഹരിലാൽ എങ്ങനെയുള്ള ആളാണെന്നും ഹരിലാലിന്റെ നിരന്തരമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പോലീസുകാർ കൃത്യമായ രീതിയിലാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. കാരണം ഈ 2 പ്രതികളെ പിടികൂടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇവരെ പറ്റി നമുക്ക് നാട്ടുകാർ എല്ലാവരും പറയുന്നത് ഇവര് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ കാര്യം നോക്കി കഴിയുന്ന ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മറ്റ് പ്രതിയെ കൂടി പിടികൂടുവാൻ ബന്ധപ്പെട്ട എഴുകോൺ പോലീസിന് കഴിയട്ടെയുള്ള അക്രമ പരമ്പരകൾ ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇതൊക്കെ ആഹാര സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഈ ചില്ലുകൾ ചിന്നി കിടക്കുകയാണ്. പിന്നെ അടുക്കളയിൽ അതുപോലെ തന്നെ ഇത് അവരുടെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഉൾപ്പെടെ കണ്ടില്ലേ, ചിന്നി ചിതറി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ എന്തുമാത്രം വലിയ ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടില്ലേ, ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. കത്താളും വടിവാളും മറ്റ് മാരക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ പ്രതികൾ ഇവിടെ കയറി അഴിഞ്ഞാടിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. വീടിന് ചുറ്റും നടന്ന് ഗ്ലാസുകളെല്ലാം അടിച്ച് തകർത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന ആ അമ്മയെയും അച്ഛനെയും തെറി വിളിച്ച് അതിനുശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ പോലീസിനെ വിളിച്ച സമയത്താണ് ഇവർ ഇവിടെ നിന്നും പുറകിലൂടെ ഓടി എഴുകോൺ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയത്. അവിടെ നിന്നും 2 പ്രതികളെ എഴുകോൺ പോലീസ് പിടികൂടി മറ്റൊരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവച്ചത്. എല്ലാവരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നാളെയുടെ പ്രഭാതത്തിൽ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സമീപവാസിയായിട്ടൊന്നും മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഇദ്ദേഹം ഈ ഹരിലാൽ എന്നയാൾ നിരന്തരമായിട്ട് ലഹരി ഉപയോഗിക്കും. അതാണ് ലഹരി ഉപയോഗിച്ച ശേഷം സമീപത്ത് വന്ന് ഇത്ര വലിയ ക്രൂര പ്രവൃത്തി ചെയ്തപ്പോൾ നമുക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ വിനോദ് മാലവിള, കരിമ്പിക്കുന്നിൽ അദ്ദേഹം ഒക്കെ തന്നെ എല്ലാവരും ഈ വളരെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ആർക്കും അങ്ങോട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത്ര വലിയ ക്രൂരത ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ബന്ധപ്പെട്ട പോലീസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി അവർക്ക് നീതി കിട്ടും. എങ്കിലും ഈ വിഷമം മറ്റൊന്നുമല്ല. കാരണം ഏകദേശം 1 വർഷമായുള്ള ഈ ഒരു വീട് വെച്ചിട്ട് അവർ ആ വീട് വെച്ച് ആ വീട്ടിലാണ് ഇത്ര വലിയ നീചമായ പ്രവൃത്തി ചെയ്ത് ഗീതമ്മ ബാലചന്ദ്രൻ ഇതിൽ നിന്നും ആ അച്ഛനും അമ്മയും എങ്ങനെ രക്ഷപ്പെട്ടു? അവർ രണ്ടുപേരും രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ ഈ അക്രമിയുടെ കൂടെയുള്ള കൂട്ടാളികളും ഇവിടെ വന്ന് അക്രമം നടത്തുന്ന സമയത്ത് ഈ അമ്മ നിലവിളിച്ചു. അതുപോലെ ഈ ചേട്ടൻ, ഈ അമ്മയുടെ ഭർത്താവ് ഇവിടെ നിന്നുകൊണ്ട് എന്താണ് കാണിക്കുന്നത് ചോദിച്ചു. അന്നേരമൊക്കെ അസഭ്യം പറയുകയായിരുന്നു. എന്നിട്ട് ഈ അമ്മ മൊബൈലിൽ പോലീസിനെ വിളിച്ചു. പോലീസ് വരുന്നത് അറിഞ്ഞതുകൊണ്ട് ഈ പ്രതികൾ പുറകിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയുവാനുള്ളത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. കൊല്ലം ജില്ലയിലാണ് ഈ എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്.